ഹലോ, വെൽക്കം ഓൾ. നമ്മളിപ്പം ഇന്ന് നിൽക്കുന്നത് കോളീസിൻ്റെ ക്ലബിൻ്റെ ഒരു പ്രോഗ്രാമിനാണ്. കോളീസ് ക്ലബ് കേരള അവരുടെ പ്രോഗ്രാമാണ്. അപ്പം ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ പുനലൂർ വെച്ചിട്ടാണ്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്ന് ഇതിൽ ഫുള്ള് കാണാൻ പോകുന്നത്. അപ്പം കേരളത്തിൽ നിന്നുള്ള എല്ലാ ജില്ലയിലുള്ള വണ്ടികളും ഇതിലുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷെ അവർക്ക് കുറേ വണ്ടികളൊക്കെ വരാൻ പറ്റാത്തതുകൊണ്ട് മാക്സിമം വണ്ടി വന്നിട്ടുണ്ട്. വരാൻ പറ്റുന്ന മാക്സിമം വണ്ടി വന്നിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വണ്ടി കിട്ടാനില്ലാത്ത വണ്ടിയാണ്. ആ വണ്ടി അവർ അങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ലാസ്റ്റ് വരെ കാണുക. അതിൽ ഒരുപാട് വണ്ടികളും ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാം കാണാനുണ്ട്. അവരുടെ പ്രോഗ്രാംസ് എല്ലാം ഇതിലുണ്ട്. എന്തായാലും നല്ലൊരു വ്ളോഗായിരിക്കും. എൻജോയ് ചെയ്യാം മാക്സിമം. സ്റ്റാർട്ടപ്പ് പോയിൻ്റ് ചെയ്ത് വണ്ടി എടുത്തിട്ട് നമ്മൾ ലൈനപ്പായിട്ട് ഇവൻ്റ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ട് പോകുന്ന വഴിയാണിത്. അപ്പം ഇവിടുന്ന് നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത് ആണ് പോകുന്നത്. കുറച്ച് വണ്ടികൾ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മാക്സിമം വണ്ടി ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കോളീസ് അല്ലാതെ വേറെ ഒരു 5 വണ്ടികൾ വേറെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. സ്വിഫ്റ്റും പിന്നെ നമ്മുടെ സെല്ലും പിന്നെ ഒരു ഡിസയർ, അങ്ങനെ ഒരു 5 വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഡ്രോൺ ഉണ്ടായിരുന്നു. ഡ്രോണിൻ്റെ വിഷ്വൽസ് ഇതിൽ കിട്ടുവാണെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഡ്രോണിൻ്റെ വിഷ്വൽസ് ഇതിൽ കാണത്തില്ല. അങ്ങനെ ഒരു ഗ്രാൻഡ് പ്രോഗ്രാമാണ് നടത്തിയത്. നമ്മൾ വേറെ പല ക്ലബിൻ്റെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടെങ്കിലും കോളീസിൻ്റെ ക്ലബിൻ്റെ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ അവരെല്ലാം ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. വീഡിയോ എടുക്കാനാണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ മാക്സിമം നമുക്ക് വിഷ്വൽ കിട്ടുന്ന രീതിയിൽ വണ്ടി എടുക്കുകയും ഭയങ്കര സ്ലോ ആയിട്ടും മാന്യമായിട്ടാണ് വണ്ടി ഓടിച്ചതും. വേറെ റാഷ് ഡ്രൈവ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും നല്ല സഹകരിച്ചാണ് എല്ലാവരും വണ്ടി ഓടിച്ചത്.
ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന തൂക്കുപാലമാണ് സൈഡിൽ കാണുന്നത്. ബ്രിട്ടീഷുകാർ പറഞ്ഞ പുനലൂരിൻ്റെ ഒരു മെയിൻ സ്ഥലമെന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ മീറ്റപ്പിൻ്റെ വണ്ടികൾ പോകുന്നത്. അപ്പോൾ അതും കൂടെ എടുക്കാൻ പറ്റി, കാണാനും പറ്റിയൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ നമ്മൾ അടുത്ത ഓഡിറ്റോറിയത്തിലോട്ടുള്ള വഴിയിലാണ്. അപ്പം കുറച്ച് ഇടുങ്ങിയ വഴിയായതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി നടന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ കാണാൻ പറ്റും, മിക്കതും പച്ച വണ്ടിയാണ്. പിന്നെ എല്ലാ വണ്ടിയിലും അവർ നല്ലൊരു അലോയ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ കോളീസ് ഓണേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ അവർ ചേരുന്ന ഒരു അലോയ് കണ്ടുപിടിക്കാനും പറ്റും. പല വെറൈറ്റി ഓഫ് അലോയ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ വണ്ടിയിലും ഓരോ ടൈപ്പിലുള്ള അലോയ്സാണ് ഇട്ടിട്ടുള്ളത്. മിക്കതും ചേർന്ന രീതിക്കുള്ള അലോയ്സ് തന്നെയാണ് അവർ ഇട്ടിട്ടുള്ളത്. ഈ ഒരു ഫങ്ഷൻ്റെ ഹോൾ എടുത്തിരിക്കുന്നത് പറഞ്ഞൊരു സ്ഥാപനമാണ്. ഈ വയസ്സായ ആൾക്കാരും ഓർമ്മയില്ലാത്ത ആൾക്കാരെയും നോക്കി നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഹോളാണ് നമ്മളിന്ന് ഇതിൻ്റെ ഫങ്ഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. അവിടുത്തെ ഫാദർ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇതിൽ പ്രോഗ്രാമിലുണ്ട്. അപ്പം നിങ്ങളതൊക്കെ കാണുക. പിന്നെ നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ പിള്ളേർ നടത്തുന്ന പ്രോഗ്രാംസും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം അതും കൂടെ കാണുക. ഇതൊരു ടൈപ്പ് 1 കോളീസാണ്. അത് അതേപോലത്തെ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കോളീസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് റിലയബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ 3 ലക്ഷം 4 ലക്ഷം കിലോമീറ്റർ ഓടിയാലും ധൈര്യമായിട്ട് എത്ര ലോങ് വേണോ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് ഹൈലൈറ്റാണ് ആ വണ്ടിയുടെ. ഈ ഒരു വണ്ടി ഇട്ടിരിക്കുന്ന അലോയ്സ്, ഇത് വേറൊരു ടൊയോട്ടയുടെ തന്നെ ഒരു വണ്ടിയുടെ അലോയ്സാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ഏത് വണ്ടിയുടെ ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ കമൻറ്റ് ചെയ്യുക. പിന്നെ സ്റ്റഡ് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ കുറേ വണ്ടിയെല്ലാം അവർ കമ്പനി പെയിൻറ്റിലുള്ള വണ്ടിയാണ്. അത്രയ്ക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. കമ്പനി പെയിൻറ്റിങ്, കമ്പനി ഗ്രാഫിക്സ്, അങ്ങനെ എല്ലാം ഉള്ള വണ്ടിയാണ് കുറേ വണ്ടികൾ. വീഡിയോ എടുക്കാൻ പറ്റില്ല, അവർ ചൂടായി, ഫോൺ നല്ല ചൂടായി, എടുക്കാൻ പറ്റൂല, ഇവിടെ ഇത് കിട്ടില്ല, എടുക്കാൻ പറ്റില്ല, ചൂട് മാറിയാലും എടുക്കാൻ. ഈ ഒരു ലോഗോ ഭയങ്കരമായിട്ട് വെറൈറ്റി ആയിട്ട് തോന്നി. ഇതാണ് പ്രോഗ്രാം നടക്കുന്ന ഒരു ഹാൾ എന്ന് പറയുന്നത്. അങ്ങോട്ടാണ്.
നമ്മുടെ SSLC +2-ൽ നല്ല മാർക്ക് നേടിയ പിള്ളേർക്ക് കൊടുക്കാനുള്ള ഒരു മൊമെൻ്റമാണ് ഈ കാണുന്നത്. ഏഴാം ക്ലാസ് പഠിക്കുന്ന കാരുണ്യാണ് മനോഹരമായി പാടിയത്. എല്ലാവരുടെയും ഇതുപോലെ ധാരാളം കലാകാരികൾ എന്തെന്ന് അറിയാം. ഓരോരുത്തരെയും മുന്നോട്ട് വരിക. ഇത് കഴിഞ്ഞ് നമ്മൾ മീറ്റിംഗ് ഗ്രൂപ്പിൻ്റെ നാഥൻ സാമൂഹികയുടെ മോളാണ്. +2 പരീക്ഷയിൽ ഇപ്പോൾ A+ നേടിയിട്ടുണ്ട്. SSLC ഫുൾ A+ നേടിയതാണ്. പേര് മുത്തൂസ് നായങ്ങൾ വിളിക്കാം. അൻസൽന ഒരു പിങ്ക് കളർ പകരം തരും മൊഴി
ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിലും എൻ്റെ പേരും അറിയിക്കുന്നതോടൊപ്പം ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥാപനങ്ങളുടെ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമാണ്. മറവിരോഗികളായിട്ടുള്ള ആളുകളെ അവരുടെ മെഡിക്കൽ കെയറോടുകൂടെ പരിപാലിക്കുന്നതായിട്ടുള്ള അവരെ പരിചരിക്കുന്നതായിട്ടുള്ള സ്ഥാപനമാണ്. 6 വർഷങ്ങൾ ഇത് പിന്നിട്ടും ഈ ഒരു സ്ഥാപനം ഇവിടെ 25 സ്റ്റാഫ്സ്, 13 നഴ്സസ് ഇങ്ങനെ പ്രവർത്തിക്കാൻ. ഇപ്പോൾ നമുക്ക് 48 രോഗികൾ ഇവിടെ ഉണ്ട്. ഓർമ്മ നഷ്ടപ്പെട്ടതായിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ടതായിട്ടുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിന് നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു, സ്നേഹം അർപ്പിക്കുന്നു. എല്ലാ സ്നേഹത്തിൻ്റെ വാക്കുകൾക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് സംസാരിക്കുന്നു. അടുത്തത് നമ്മുടെ ഈ വർഷത്തെ നിസാം, നമുക്കറിയാം നിസാംകയുടെ മോളാണ്. അവരുടെ ഫാമിലിയെയും മോളെയും പ്രത്യേകം ക്ഷണിക്കുന്നു. നല്ലൊരു പേര് അബിയ സുനിൽ വേദിയിലേക്ക് ഫാമിലിയോടുകൂടി ക്ഷണിക്കുന്നു. പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പലപ്പോഴും തിരക്കിൽപ്പെടുന്നത് ഈ വാഹനത്തോടുള്ള ഇഷ്ടമാണ്. അത് ചെറുതായി കാണുന്നില്ല. എന്നാലും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ചാരിറ്റി എന്നുള്ള ഒരു രീതിയും കൂടെ നമ്മളിതിനെ കാണുന്നുണ്ട്. അതുപോലെ ഈ സ്ഥാപനം നമുക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടെ വിട്ടു എന്നാണ് അച്ഛനും അതോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലെ അംഗങ്ങൾക്കും ഒരു ചെറിയ സഹായം നൽകുന്നതിന് ഈ ഗ്രൂപ്പിൻ്റെ തുടക്കക്കാരനും കൂടിയായിട്ടുള്ള നമ്മുടെ സെയ്ദ് ഭായിയെയും അതോടൊപ്പം ഗ്രൂപ്പിൻ്റെ ഫുൾ ടൈം ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന നിസാംകയെ ക്ഷണിക്കുന്നു. ആ ഒരു ഓക്കെ ഫാദർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചെറിയൊരു സമ്മാനം ഈ ഒരു സ്ഥാപനത്തിന് നൽകുന്നതിന് വേണ്ടി സെയ്ദ് ഭായിയെയും നിസാംകയെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഫാദറിനെയും ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. സ്കൂളിൽ ഗ്രൗണ്ടിലെത്തി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ തന്നെ പിന്നെ പോവുകയാണ്. ആ രീതിയിലാണ് കളികൾ. ബാക്കി നമ്മൾ ഇറങ്ങിയിട്ട് ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ അവിടുത്തെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഗ്രൗണ്ടിലോട്ട് പോകുന്നതാണ്. അപ്പം പ്രോഗ്രാംസിൽ നമ്മളെല്ലാം ഷോർട്ടാക്കിയിട്ടാണ് ഇതിൽ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. ഒരുപാട് പ്രോഗ്രാംസ് വേറെയും ഉണ്ടായിരുന്നു. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിതിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്.
അങ്ങനെ ഗ്രൗണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും തിരിച്ച് പോകുന്നതായിരിക്കും. അപ്പം മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.